2021 ഏപ്രിൽ മാസത്തിലാണ് പോയ നിയമസഭാ തെരഞ്ഞെടുപ്പ്. എണ്ണിക്കൊണ്ട് 1.25 വർഷം. മൂന്നാം ഊഴമെന്ന് LDF ഊറ്റം കൊള്ളുമ്പോൾ കലാപഭൂമിയാണ് കോൺഗ്രസ്. വിശ്വസിച്ചൊരായുധം ഏൽപ്പിക്കാൻ ബന്ധുവാര ശത്രുവാര എന്നറിയാതെ ഒഴിയുകയാണ് നേതാക്കൾ. തല്ലിത്തീർക്കുമോ തല്ലിത്തീരുമോ? നമ്മളോടൊപ്പം അതിഥികൾ ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ TJ ശ്രീലാൽ മാധ്യമപ്രവർത്തകൻ, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികനാണ്, മാധ്യമപ്രവർത്തകനാണ്, AK ഷാനിബ് CPM-ൽ നിന്ന്. ശ്രീ N ശ്രീകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. എന്തിനാണ് സാധ്യത ശ്രീ N ശ്രീകുമാർ? അതായത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്, അതും 2 തവണ പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം 3-ാം തവണയും പ്രതിപക്ഷത്തിരിക്കാൻ കഴിയില്ല എന്ന് MLA-മാരടക്കം പറയുന്ന സാഹചര്യത്തിലും കോൺഗ്രസിൽ നിന്നുയരുന്ന ഈ വിവാദങ്ങൾ എങ്ങനെയാണ് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക? നോക്കൂ മാധു, നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക. മാധുവിൻ്റെ ഈ തുടക്കത്തിൽ പറഞ്ഞത് കോൺഗ്രസ് തല്ലിത്തീരും, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്? അതിനുള്ള എന്ത് രേഖകളാണ് അല്ലെങ്കിൽ എന്ത് അനുഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മളങ്ങോട്ട് നിഗമനത്തിലെത്തുകയാണോ? സാധാരണ ഇതിൽ കോൺഗ്രസ്സിൽ തെരുവ് യുദ്ധം അല്ലെങ്കിൽ ഒരു സംഘടനാതല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകാവുന്ന ചില ബാഹ്യമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായത് കോൺഗ്രസ്സിൽ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നു. ആ യോഗത്തിലുണ്ടായ തീരുമാനം ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. വന്നതൊക്കെ തെറ്റാണ്. ആരാണ് പറഞ്ഞത് KPCC പ്രസിഡന്റും VD സതീശനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നത്? ഏത് ചാനലിൽ ഏത് KPCC ഭാരവാഹിയെ വിളിച്ചു പറഞ്ഞത്? ഒരാൾ പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മളങ്ങോട്ട് തീരുമാനിക്കുകയാണ്, സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചു, എന്നിട്ട് പറയാണ് അത് റദ്ദാക്കി. ഇത് ആര് പറഞ്ഞു? ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോട് KPCC ഓഫീസിൽ വിളിച്ചു പറഞ്ഞോ? ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പൊ നമ്മള് സാധാരണഗതിയിൽ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ഇത്തരം വിമർശനങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് അതിനുള്ള തെളിവ് എന്ന് അവരും ചോദിക്കാറുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങേക്കും എനിക്കും ഈ നാട്ടിൽ അത്യാവശ്യം രാഷ്ട്രീയ കാര്യങ്ങൾ ചിന്തിക്കുന്ന എല്ലാവർക്കും പരസ്യമായി കാണാൻ പറ്റുന്ന തരത്തിലുള്ള പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ 20-ാം തീയതി സംയുക്ത വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളോട് ആരാണ് എന്ന് ചോദിച്ചതെന്ന് സ്വാഭാവികമായും ചോദിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ അന്ന് ഈ KPCC ജനറൽ സെക്രട്ടറിയുടെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്താൻ കഴിയില്ല എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും KPCC-യിൽ നിന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് രാവിലെ 11 മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ച വാർത്താ സമ്മേളനം റദ്ദാക്കാനുള്ള തീരുമാനമെടുക്കുന്നുണ്ട്. ഉച്ചവരെ ഈ പറയുന്ന നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അപകടം പറ്റിയ ആളെ കാണാൻ പോയി എന്ന് പറയുന്നത്. അന്ന് നടക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. KPCC-യുടെ പത്രക്കുറിപ്പൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ കൃത്യമായി നടന്നിട്ടുണ്ട്. നല്ല ബോധ്യത്തിലാണ് പറയുന്നത്. നോക്കൂ മാധു, ഞാൻ പറഞ്ഞ അതല്ല. വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞു, അത് KPCC പ്രസിഡന്റാണ്. സംയുക്ത വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞിട്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്ന പതിവ് കോൺഗ്രസിൽ ഇല്ല. KPCC പ്രസിഡന്റ് പത്രസമ്മേളനം പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന് അന്ന് AICC ജനറൽ സെക്രട്ടറി വാഹനാപകടത്തിൽ പരിക്കേറ്റുണ്ട്, അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട്. അതല്ലാണ്ടൊരു വാർത്താ സമ്മേളനം വെച്ചിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ പറയാത്ത കാര്യം റദ്ദാക്കി എന്ന് പറയുമ്പം പാവപ്പെട്ട ഇന്ന് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ബ്രൂവറി കേസുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇതുപോലെ ഒരു വാർത്താ സമ്മേളനം നടക്കുമോ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കൂടി എന്നുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്ല, അങ്ങനെ വാർത്താ സമ്മേളനം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എന്നല്ല പറയുന്നത്. അതൊക്കെ പിന്നീട് ഇപ്പൊ ഇത് എന്നാണ് പറയുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്, അല്ല അതൊക്കെ എളുപ്പമല്ലേ എന്ന്. ഈ ചോദ്യം ശ്രീ N ശ്രീകുമാർ ചോദിക്കുന്ന ചോദ്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് ചോദിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. എന്താണെന്നറിയാമോ? അതങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തെറ്റാണത്, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള ഞാൻ മാധുവായിട്ട് തർക്കിക്കുന്നില്ല. എന്തായാലും KPCC ഓഫീസിൽ നിന്ന് അങ്ങനെ സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, കോൺഗ്രസിലെ കാര്യങ്ങൾ നമ്മളങ്ങ് ആലോചിക്കുകയാണ്. അത് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുമ്പം സാധാരണഗതിയിൽ ഒരുപാട് വിഷയങ്ങൾ പറയും. അത് പറയാനാണ് ആ യോഗം. അവിടെ തമ്മിലടി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അവിടെ നേതാക്കൾ തമ്മിൽ ഉഗ്ര സംഭാഷണങ്ങൾ നടക്കും, പരസ്പര അഭിപ്രായ ഭിന്നതയുണ്ടാകും, രൂക്ഷമായ വാക്കേറ്റം ഉണ്ടാകും. അതിനാണ് രാഷ്ട്രീയകാര്യ സമിതി. അത് കഴിഞ്ഞാൽ പുറത്തൊന്നാണ്. പണ്ട് ഓർമ്മയുണ്ടല്ലോ, കരുണാനിധി AK ആന്റണി ഇതേപോലെ അവരുടെ ഗ്രൂപ്പ് കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി സമ്മേളനങ്ങളിലും പാർട്ടി യോഗങ്ങളിലും ഉണ്ട്. ഇപ്പോൾ CPM-ൽ ഇപ്പോൾ മാധവ് പറഞ്ഞു, CPM-ൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളങ്ങനെ ആലോചിച്ചിരിക്കുകയല്ലേ? കോൺഗ്രസ്സിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. ഇല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം മാത്രമാണ്. പാർട്ടി യോഗത്തിൽ തർക്കം വരും. കാരണം തർക്കമില്ലെങ്കിൽ യോഗം ചേരേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടാകും, ശരിയാണ്, ഉണ്ടാകുകയും വേണം. പക്ഷെ അത് പ്രൊഡക്റ്റീവ് ആയിരിക്കണമെന്ന് ഏറ്റവും കുറഞ്ഞത് അണികളെങ്കിലും വിചാരിക്കില്ല. ഇപ്പൊ നമുക്ക് ശരി മാധ്യമപ്രവർത്തകർക്ക് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയം, കൗതുകമുള്ള വിഷയം എന്നുള്ളതൊക്കെയാണ്. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയല്ലല്ലോ.
തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി നേരത്തെ പറഞ്ഞതുപോലെ എണ്ണിക്കൊണ്ട് 1.25 വർഷം മുൻപും രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കേറ്റത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ഐക്യം വേണമെന്ന ആവശ്യം അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് 63-ന്റെ തിയറി അതെങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാൻ കഴിയുന്നതെന്ന കൗണ്ടർ, ഇതൊക്കെയാണോ ഈ പ്രൊഡക്റ്റീവായിട്ടുള്ള ചർച്ചകൾ? അതായത് എന്താണ് വിഷൻ 62 എന്താ ആര് പറഞ്ഞതൊക്കെ? അതായത് വി ഡി സതീശൻ എന്താ ഒരു സർവേ ആര് പറഞ്ഞ സർവേ നടത്തുന്നത്? വി ഡി സതീശൻ അദ്ദേഹം ഒരു സർവേ നടത്തിയിട്ടില്ല. ഇതൊക്കെ ആര് എനിക്കിതാ മനസ്സിലാകത്ത. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്താ അറിയോ, പഴയ കാലത്ത് മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ഇപ്പം തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവിടുത്തെ ചില മാധ്യമ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർത്ത് അത് ചർച്ചയാക്കിയിട്ട് അത് യാഥാർത്ഥ്യമാക്കുന്ന ഒരു ശ്രമത്തിലേക്ക് ഇപ്പം നീങ്ങുന്നുണ്ട്. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, ഞാനത് മാധു വിചാരിക്കും എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. ഞാനങ്ങനെ പറയുന്നതല്ല. കാരണം വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം സർവേ നടത്തിയത്. അദ്ദേഹം എന്താ പറഞ്ഞത്? 1063 സീറ്റുണ്ട്, അതിൽ 1023 സീറ്റ് കോൺഗ്രസ് ജയിച്ചതാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം. ഇതെങ്ങനെയാണ്? ഇത് എനിക്കും തീരുമാനിക്കാം. അതായത് ആർക്ക് വേണമെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെ അദ്ദേഹത്തിന്റെ വിവിധ ജില്ലകളിലുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട്. ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ അങ്ങനെയൊക്കെ വരാം. വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞു എന്നെങ്കിലും അങ്ങ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. മുഴുവനും മാധ്യമങ്ങൾക്ക് അവിടെ വെച്ചുണ്ടാക്കുന്നതല്ല എന്നെങ്കിലും അങ്ങ് ഒന്ന് വന്നുപോയല്ലോ, വഴിയിലൂടെ ഒരു കാറ്റ് വന്നപോലെ പോയിട്ടുണ്ടല്ലോ. അത് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ AP അനിൽകുമാർ എവിടെ നിന്നാണ് ഈ കണക്ക് അത് സ്വന്തമായി പ്രതിപക്ഷ നേതാവിന് ഉണ്ടാക്കാൻ കഴിയുന്നതാണോ എന്ന് ചോദിക്കുന്നു. AP അനിൽകുമാർ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്നു. ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആരാണ്? 40 വർഷത്തെ രാഷ്ട്രീയ പരിചയമുള്ളൊരു മനുഷ്യൻ, പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരാൾക്ക് കണ്ണടച്ച് പറയാൻ കഴിയും ഇന്ന മണ്ഡലങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന്. അതെങ്ങനെയാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ചോദ്യം ചെയ്യുന്നത് മറ്റൊരു MLA എന്നുള്ളത് പോലും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അങ്ങനെ പറയാൻ കഴിയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവാകുന്നത്? അതിൽ സർവേ നടത്തിയിട്ടുണ്ട് എന്നുള്ള ചോദ്യമോ മറ്റുള്ളതൊക്കെ പുറത്തുനിന്ന് വരുന്നല്ലേ? അവിടെ ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ 63 നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ കഴിയുന്നതാണെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നതൊക്കെ കൃത്യമായി ഈ പറയുന്ന താല്പര്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങളുടെ ഏറ്റുമുട്ടലാണ് എന്നുള്ളതൊക്കെ ശ്രീ എൻ ശ്രീകുമാറിനും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ശ്രീ എൻ ശ്രീകുമാർ, തുടക്കത്തിലെങ്കിലും ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ TJ ശ്രീലാൽ, അനുഭവങ്ങൾ എന്താണ് എന്നാണ് ശ്രീ എൻ ശ്രീകുമാർ എന്നോട് ചോദിക്കുന്നത്. ഇതൊക്കെ പറയാൻ എങ്ങനെയാണ് കഴിയുന്നത്? ഇത് ആര് പറയുന്നു? സർവേയുടെ കാര്യം ആര് പറയുന്നു? രാഷ്ട്രീയകാര്യ സമിതിയിൽ തർക്കമുണ്ടാകുന്നത് ആര് പറയുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ അനുഭവങ്ങൾ കോൺഗ്രസിനല്ലേ ഏറ്റവും കൂടുതൽ വേണ്ടത്? തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഈ അനുഭവങ്ങൾ പോരെ? എങ്ങനെയാണ് ഒരു ഇലക്ഷനെ ഏക മനസ്സോടുകൂടി നേരിടേണ്ടത് എന്ന് മനസ്സിലാക്കാനും ആ വഴിക്ക് പോകാനും? അത് ഒരു പ്രതിസന്ധി ഇതിനകത്തുള്ളത് ഇപ്പോൾ ശ്രീ ശ്രീകുമാറിനും അറിയാവുന്ന കാര്യമാണ്, ശ്രീ ജഗൻ ജോർജ് സാറും എല്ലാം അറിയാം. ഈ രാഷ്ട്രീയകാര്യ സമിതി എന്നല്ല, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേർന്നാൽ പോലും അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പുറത്തു വരുന്നത് അത് ആ യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിനുള്ളിൽ ഇരിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അവിടെ നിന്ന് തന്നെയാണ് ഈ വാർത്തകൾ ഉണ്ടാകുന്നത്. ഈ എണ്ണം പറഞ്ഞത് ഇപ്പോൾ 61 എന്ന് പറയുന്ന എണ്ണം, 21 MLA-മാരുണ്ട്, ഒരു 40 MLA-മാർ ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വിലയിരുത്തി എന്നുള്ള ഈ കണക്കെല്ലാം വരുന്ന ഉള്ളിൽ നിന്ന് തന്നെയാണ്. ആരെന്ത് പറഞ്ഞു, AP അനിൽകുമാർ എന്ത് പറഞ്ഞു, മറുഭാഗത്ത് നിന്ന് എന്ത് മറുപടി ഉണ്ടായി, അവിടെ എന്താണ് പ്രതിപക്ഷ നേതാവ് എടുത്ത തീരുമാനം, KPCC പ്രസിഡന്റ് എന്ത് തീരുമാനമെടുത്തു, ഇതെല്ലാം ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിപ്പോൾ ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ പേര് പറയാൻ നമുക്ക് ഇപ്പോൾ പലപ്പോഴും സാധിക്കാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അതിനകത്ത് ഈ വാർത്താക്കുറിപ്പ് അടിച്ചു തരുന്നില്ല എന്നുള്ളത് കൊണ്ടും തർക്കിച്ചിട്ട് കാര്യമില്ല. ആര് പറയില്ല. കോൺഗ്രസ് അത്രമേൽ സമ്മർദ്ദങ്ങളുടെ പേരിലാണെങ്കിൽ ആര് ഇപ്പോൾ ഏത് കോൺഗ്രസ് നേതാക്കളെ വിളിച്ചു പറഞ്ഞാലും വാർത്ത വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ രാഷ്ട്രീയ സമിതിയിലുണ്ടായ ഒരു പ്രതിസന്ധി, അവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വന്ന ഒരു അജണ്ട അത് ഒരു തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം ഒരു ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷേ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നും, അതിപ്പോൾ കേരളത്തിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി ആയാലും ജനറൽ സെക്രട്ടറിയും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മലയാളിയായ KC വേണുഗോപാലായാലും അതിലേക്ക് കാര്യങ്ങൾ നീക്കാതെ മറുഭാഗത്തുള്ള ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോഴാണ് ഈ പ്രതിസന്ധി എല്ലാം ഉണ്ടായത്. അവിടെയാണ് അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തുമുള്ള ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിയുടെ ചർച്ചയിൽ എങ്ങോട്ട് പോകുന്നോ ആ തലത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ള. ഇത്തവണ ഹൈക്കമാൻഡ് KPCC പ്രസിഡന്റ് മാറ്റണം എന്നുള്ള അജണ്ടയിലേക്ക് ഹൈക്കമാൻഡ് പോയില്ല. അതുകൊണ്ട് മറ്റു അജണ്ടകളിലേക്ക് കാര്യങ്ങൾ വന്നു. അവിടെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായതും നമ്മൾ ഇന്ന് പുറത്തു കേൾക്കുന്ന കഥകൾ മൊത്തം ഉണ്ടായതും അവിടെ നിന്നാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ ഒരു മൗനാനുവാദം ഈ വിഷയം ഉയർത്തുന്നതിൽ ഉണ്ടായി എന്നുള്ളൊരു സൂചന ലഭിച്ചപ്പോഴാണ് മറുഭാഗത്തു നിന്നും പല ചോദ്യങ്ങളും പല ശക്തമായ വിമർശനങ്ങളും ഉണ്ടായി. ഇങ്ങനെയാണ് എനിക്ക് അവിടെ നിന്നുള്ള വാർത്തയിൽ നിന്നും മനസ്സിലായത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച കോൺഗ്രസിന്റെ തീർത്തും ആഭ്യന്തരമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത് ഒരു
രണ്ട് ധ്രുവങ്ങൾ എന്ന രീതിക്ക് ഇതിനെ ചിന്തിച്ചു പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ കെ സുധാകരനുമായുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അതിനു മുൻപ് രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിലുണ്ടാകുന്ന പ്രശ്നം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ബ്രൂവറിയിൽ ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉയർന്നു വന്നു. അപ്പുറത്ത് കെ സി എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്, കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നിട്ടോ പറയാതിരുന്നിട്ടോ, പ്രത്യേകിച്ചും ഈ വിഷയം ഇന്ന് ഇത്രയും കാര്യമായി ചർച്ചക്കെടുക്കുന്ന സമയത്ത് പറയാതിരുന്നിട്ടോ കാര്യമില്ല. അപ്പൊ ഹൈക്കമാൻഡിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ അത് ഏത് വഴിക്കാണ് ഇങ്ങോട്ട് വരുന്നത് എന്നും അവിടെയുള്ള താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതൊന്നും ആർക്കും അറിയാത്തതിൽ ആരും മിണ്ടാതെയും പറയാതെയും പോകുന്നതാണ് എന്നുള്ളതാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഇതിപ്പോ ഇത്രയും സീറ്റുകളുടെ ഒരു കണക്ക് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ കണക്ക് മുന്നോട്ട് വെക്കേണ്ട ഒരാൾ തന്നെയാണ് പ്രതിപക്ഷ നേതാവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു വിഷനാണ് അല്ലെ? ഒരു തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുൻപ് അങ്ങനെ ഒരു വിഷനോ അങ്ങനെ ഒരു പ്ലാനോ പദ്ധതിയോ മുന്നോട്ട് വെക്കുന്നില്ലെങ്കിൽ പിന്നെന്താ പ്രതിപക്ഷ നേതാവാം? പക്ഷേ എവിടെയാണ് ഈ സീറ്റ് എന്ന് ചോദിക്കാൻ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രേക്ഷകരുടെ മുന്നിലാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുകളിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ ഒരു 7 ജില്ല വരുന്നത് വരെ 7 MLA എന്നുള്ള കണക്കാണ്. അപ്പൊ ഇവിടെ നിന്നാണ് ഈ സീറ്റ് ഉണ്ടാക്കേണ്ടത്. ആ സീറ്റ് ഉണ്ടാക്കണമെങ്കിൽ എത്ര പണിപ്പെടണം? അങ്ങനെ പണിപ്പെടാൻ കഴിയുന്ന സംഘടനാ സംവിധാനം കോൺഗ്രസിന് അവകാശപ്പെടാൻ പറ്റുമോ? ഞാൻ ഈ AP അനിൽകുമാറിൻ്റെ ആ ചിന്താ ദാരിദ്ര്യം ഓർത്ത് സങ്കടപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു നേതാവ് ചോദിക്കേണ്ടത്, സംസാരിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ചുമതലകളുണ്ട്, മാത്രമല്ല വെല്ലുവിളികളുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് ഭരണം പിടിക്കാനുള്ള പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. നോക്ക്, നമ്മുടെ ചരിത്രത്തിലും നോക്ക്, പ്രതിപക്ഷ നേതാവ് എവിടെയൊക്കെയായിരുന്നു എന്ന്. PT ചാക്കോ മുതൽ ഇങ്ങോട്ട് എത്രയോ നേതാക്കന്മാർ. കെ കരുണാകരൻ 9 അംഗങ്ങളിൽ നിന്ന് ഒരു മുന്നണി ഉണ്ടാക്കിയത് കെ കരുണാകരനാണ്. അന്നത്തെ KPCC അധ്യക്ഷനല്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഉണ്ടാക്കി ഭരണത്തുടർച്ച കിട്ടിയത് എങ്ങനെയാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്ത്രങ്ങൾ വാരി പ്രയോഗിച്ചിട്ടാണ്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയില്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് MLA മന്ത്രിയൊക്കെ ആയിരുന്നത്? AP അനിൽകുമാർ പറഞ്ഞത് അങ്ങേയറ്റം വിഡ്ഢിത്തരമാണ്. കാരണം VD സതീശൻ കേരള രാഷ്ട്രീയം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മാധു പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് എണ്ണി നോക്കിയാൽ കോൺഗ്രസിന് എത്ര MLA-മാരുണ്ട്? ഞാൻ പറയട്ടെ, കേരള കോൺഗ്രസ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേരള കോൺഗ്രസ് മണി ഗ്രൂപ്പാണെന്ന് തന്നെ ഞാൻ പറയും. കേരള കോൺഗ്രസ്സിന് ഒരു കണക്കാണ്, ഇതെല്ലാം കണക്കാണ്. കണക്കിൽ നിന്നാണ് തുടങ്ങേണ്ടത് രാഷ്ട്രീയ പഠനം. 500 മുതൽ ഒരു 5000 വോട്ട് വരെയുള്ള ഒരു 30-40 സീറ്റ് വരെ ഉണ്ട് കേരളത്തിൽ. 500 വോട്ടേ കാണത്തുള്ളൂ ഒരു മണ്ഡലത്തിൽ. പക്ഷേ 400-450 വോട്ടിനൊക്കെ ജയിക്കുന്നവരും തോക്കുന്നവരും ഉണ്ട്. അതും കൂടെ നോക്കണം. അങ്ങനത്തെ മണ്ഡലങ്ങളിൽ അത് പ്രധാനമാണ്. ആ പാർട്ടിയാണ് രമേശ് ചെന്നിത്തല ഓടിച്ചു വിട്ടത്. നിങ്ങൾ പോയിക്ക് അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഫലമാണ് രമേശ് ചെന്നിത്തല ആ തെരഞ്ഞെടുപ്പ് അനുഭവിച്ചത്. കാരണം 5 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. ഞാൻ പറയുന്നത് നല്ല ഒന്നാന്തരം പ്രതിപക്ഷ നേതാവായിരുന്നു. ശക്തനായിട്ട് അദ്ദേഹം വലിയൊരു തിരിച്ചുവരവ് നടത്തും, മുഖ്യമന്ത്രിയാകുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചല്ല നമ്മളൊക്കെ കണക്കുകൂട്ടിയതാണ്. പക്ഷേ ഒരൊറ്റ കണക്കുകൂട്ടൽ തെറ്റി രമേശിൻ്റെ. അതാണ് രമേശ് വിചാരിച്ചു പോലീസും മരണമൊക്കെ ഉണ്ടല്ലോ, മാണിയെ വശത്താക്കാം, മാണിയെ വീഴ്ത്താമെന്ന് വിചാരിച്ചു. വീഴ്ത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് മാണിയെ പുറത്താക്കി, കേരള കോൺഗ്രസിനെ പുറത്താക്കി. അതാണ് വലിയ രാഷ്ട്രീയമുണ്ട് കേട്ടോ, ഒത്തിരി രാഷ്ട്രീയം അതിനകത്തുണ്ട് പിന്നിൽ. ഇത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ്. പക്ഷേ നോക്കൂ ശ്രീ ജേക്കബ് ജോർജ്, ഇത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു മുന്നണിയെ ഇപ്പുറത്തേക്ക് ഒരു സഖ്യവിഷയം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കേസല്ലേ? അത് പോയിട്ട് ഇപ്പുറത്ത് ലീഗ് നിൽക്കുന്നു. അടുത്ത തവണ ഭരണം കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ലീഗ് എങ്ങനെയാണ് അതിനോട് പ്രവർത്തിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ ഉള്ളിൽ കോൺഗ്രസിനുള്ളിൽ സഖ്യകക്ഷികൾ അവിടെ നിൽക്കട്ടെ, വരാൻ പോകുന്നവരോ നിൽക്കുന്നവരോ പോട്ടെ, കോൺഗ്രസിനുള്ളിലുള്ള പ്രശ്നം പരിഹരിച്ചിട്ട് വേണ്ട ഇത് തീരുമാനിക്കാൻ. ഒരു രസകരമായ ഒരു കോട്ട് ആരാണ് പറഞ്ഞതൊന്നും ചോദിക്കരുത്. നിങ്ങൾക്ക് ഭരണം വേണ്ടായെങ്കിൽ ഞങ്ങൾ ഭരണമുള്ളിടത്തേക്ക് പോകും കേട്ടോ. കോൺഗ്രസിനോട് ഒരു നേതാവ് പറഞ്ഞതാണ്, കോൺഗ്രസ് നേതാക്കന്മാരോട്. അറിയാമല്ലോ, ഈ മുന്നണി എന്നൊക്കെ പറയുന്നില്ല, ഐക്യജനാധിപത്യ മുന്നണി. ശ്രീകുമാരെ കേൾക്കണം കേട്ടോ, ഐക്യജനാധിപത്യ മുന്നണി. ഇന്ന് എത്ര കക്ഷികളുണ്ട് ഐക്യമുന്നണിയിൽ? ഐക്യജനാധിപത്യ മുന്നണി. RSPയെ കുറിച്ച് അടുത്ത കാലത്ത് ആരെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? RSP ഒരു കാലത്ത് വലിയ ശക്തമായ ഘടകകക്ഷിയായിരുന്നു ഐക്യജനാധിപത്യ മുന്നണിയുടെ. പറഞ്ഞത് പറയാൻ കഴിവുള്ള ഘടകകക്ഷികളും കുറവാണ്, ശേഷിയുള്ള അതെ കുറവാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. മുന്നണി വളരെ ക്ഷയിച്ചിരിക്കുന്നു. കേരള ലീഗിൻ്റെ കാര്യം, അധികാരമില്ലാതെ പൊരി വെയിലത്ത് നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. അധികാരമില്ലാതെ കഴിയാൻ പറ്റുമോ മുസ്ലിം ലീഗിന്? കേരളത്തിലും അതൊരു വലിയ ഘടകമാണ്.
അപ്പോൾ അധികാരമില്ലാത്ത ഒരു ദുർബലമായ ഒരു കക്ഷിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കണക്ക് കൂട്ടൽ ഒരു പ്രഥമമായ കാര്യമാണ്. ശ്രീകുമാർ പറഞ്ഞത് കാര്യങ്ങൾ ശരിയാണ്. പക്ഷേങ്കിലേ അതിന് സർവേ ഒന്നും ആവശ്യമില്ല. ഒരു കോമൺ സെൻസ് മതി, കണക്ക് കൂട്ടാൻ അറിഞ്ഞാൽ മതി. കേരളത്തിൽ ഇപ്പം കെ മുരളീധരനോട് ചോദിച്ചു നോക്ക്. കെ മുരളീധരനുണ്ടല്ലോ, വ്യക്തമായിട്ട് കേരളത്തിലെ എല്ലാ മണ്ഡലത്തെക്കുറിച്ചും മനക്കണക്കായിട്ട് കാര്യങ്ങൾ പറയും. മനക്കണക്കോടെ കണക്ക് കൂട്ടി പറയും. ഇന്ന മണ്ഡലം ഇത്ര വോട്ട് വ്യത്യാസം, മുന്നണികൾ തമ്മിൽ. അല്ല, അങ്ങനെ പറയാൻ കഴിയുന്ന രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാവർക്കും ഇല്ല. ഇപ്പൊ സതീശൻ എന്താ അങ്ങനെ പറയാൻ കഴിയില്ല? അങ്ങനെ പറഞ്ഞിട്ടല്ലേ സതീശൻ അത് പറയുന്നത്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ്സുകാർ തന്നെ വരുന്നതാണ് അതിനുള്ളിൽ ഒരു കൗതുകവും അതിനുള്ളിൽ ഒരു തമാശയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. പിന്നെ ഈ സർവേയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരികയും ചെയ്യാം. ഷാനിബ്, കഴിഞ്ഞ ദിവസം ഷാനിബ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഷാനിബ് ഒരു CPM കാരൻ മാത്രമല്ല, ഷാനിബ് CPM കാരനായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് പ്രതിപക്ഷ നേതാവിന് നിയമസഭയിൽ തക്ക പിന്തുണ കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രവർത്തിച്ച രീതി ശരിയാണോ എന്ന് CPM നിരന്തരമായി ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ ആ തരത്തിൽ നേതാക്കളെ ഇനിയൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന പ്രശ്നങ്ങൾ കോൺഗ്രസിലുണ്ട് എന്ന് CPM കാണുന്നുണ്ടോ? ഷാനിബ് വ്യക്തിപരമായും കാണുന്നുണ്ടോ? തീർച്ചയായും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ട ഒരു പിന്നെ ചിത്രം, എന്തൊരു അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണ്, എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതാണ് ഭാഷ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അങ്ങനെ ഒരു പ്രയോഗം നടത്തി അദ്ദേഹം ഒരു പേപ്പർ ടേബിളിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഞാൻ പിന്നെ വീഡിയോ തമ്മാടിത്തരം കാണിക്കുന്നു എന്നാണ് പറഞ്ഞത്, അല്ലേ? തമ്മാടിത്തരം എന്താണ് കാണിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആ വീഡിയോ പിന്നെ ആവർത്തിച്ച് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് നമ്മളെല്ലാവരും വിചാരിച്ചത് അത് ഭരണപക്ഷത്തിനെതിരെ ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ്. എന്നാൽ ആ വീഡിയോ നമ്മൾ ഒന്നുകൂടി വിശദമായി പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും അത് ഭരണപക്ഷത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണമല്ല. അദ്ദേഹം ഏതാനും മിനിറ്റുകൾ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭരണപക്ഷത്ത് നിന്ന് ചില MLA-മാർ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് പ്രതിഷേധിക്കുന്നുണ്ട്. അങ്ങനെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു MLA പോലും, തൊട്ട് പുറകിലിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നില്ല, അതിന് പിന്നിൽ PC വിശ്വനാഥ് ഇരിക്കുന്ന, നമ്മൾ വീഡിയോയിൽ കാണുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ആരും അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു കാഴ്ചയല്ല നമ്മൾ കണ്ടത്. അവസാനം അദ്ദേഹം തിരിഞ്ഞു നിന്ന് അദ്ദേഹം പറയണം ഇറങ്ങ് പ്രതിഷേധിക്ക് എന്ന് ആവശ്യപ്പെട്ടതിന് ശേഷമാണ് PC വിശ്വനാഥ് അവിടുന്ന് എഴുന്നേൽക്കാൻ തയ്യാറായത്. സാധാരണ നമ്മൾ എന്താണ് കാണാറുള്ളത്? പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും പിൻബെഞ്ചിൽ നിന്ന് അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി MLA-മാർ ബഹളം വയ്ക്കും, അല്ലെങ്കിൽ നടുത്തളത്തിലേക്ക് വരും, അല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് നിൽക്കുകയെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ കൈ ഉയർത്തി സംസാരിക്കാൻ ശ്രമിക്കുന്നത് കാണും. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയും, മിണ്ടാതിരിക്കാൻ പറയും, ഞാൻ പറഞ്ഞിട്ട് പിന്നെ മതി എന്ന് പറയും. എന്നാൽ ഇവിടെ അങ്ങനെ ഒരു പ്രതിഷേധം പോലും ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആ പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്, അതിൻ്റെ നേർചിത്രം കൂടിയാണ് നിയമസഭയിൽ കണ്ടത്. അദ്ദേഹം തീർത്തും ഒറ്റപ്പെടുകയാണ്. ഏതാനും ചില MLA-മാർ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. എന്നാൽ ആ MLA-മാർക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിലൊരു സ്വാധീനം ഉണ്ടാക്കാനോ കഴിയുന്ന MLA-മാർ അദ്ദേഹത്തോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിച്ച ആളുകളെ പോലും ആട്ടിയകറ്റുന്ന, ആരെയും ചേർത്ത് പിടിക്കാൻ കഴിയാത്ത, എല്ലാവരെയും ആട്ടിയകറ്റുന്ന CPM-ന്റെ ഔദ്യോഗിക പാനലിസ്റ്റ് ആണ്, സ്പോക്ക് പേഴ്സൺ ആണ്. അതിനുള്ളിൽ നടക്കുന്ന ഇപ്പം സതീശനൊപ്പം MLA-മാരില്ല എന്ന് കടത്തി പറയാൻ കഴിയുന്ന ഇൻഫർമേഷൻ ഒക്കെ ഷാനിബിന് കിട്ടുമോ? തീർച്ചയായും. ഞാൻ ഇപ്പം ഒരു കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇൻഫർമേഷൻ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പാനലിരിക്കുന്ന 3 പേരും മാധ്യമപ്രവർത്തകരാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഈ പിന്നെ കോൺഗ്രസിനകത്തുള്ള വിവരങ്ങളൊക്കെ കിട്ടുന്നതെന്ന്. അവർക്കറിയുന്നത് പോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ കിട്ടാനുള്ള സൗകര്യം ഇപ്പോഴും ആ പാർട്ടിക്കകത്ത്. ഞാൻ തെരഞ്ഞെടുപ്പിലൊക്കെ പിന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തൊക്കെ എനിക്ക് കൃത്യമായി ഈ ആരൊക്കെയാണ് എന്നോട് സംസാരിച്ചിരുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. അതൊരു രാഷ്ട്രീയ മാന്യതയുടെ പേര് ഞാനതൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു സംഘടന എന്ന നിലയിൽ ഒരിക്കലും ഒരു സംഘടനയായി കാണാൻ കഴിയാത്ത തരത്തിൽ മുൻപ് നമ്മൾ പറഞ്ഞൊരു കോൺഗ്രസ് ഒരു ആൾക്കൂട്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു ആൾക്കൂട്ടം പോലും അല്ലാത്ത വിധം ഏതാനും ചില കോക്കസുകൾ അവിടെയും ഇവിടെയുമായി
നിൽക്കുന്ന ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കാലത്തും നമ്മൾ കേൾക്കാറുണ്ട് തേക്കിൻകാട് മൈതാനത്ത് എത്ര തേക്കുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ എത്ര ജനാധിപത്യമുണ്ട് എന്ന്. ഇന്ത്യയിൽ വേറെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത്. കേരളത്തിൽ മാത്രമാണ് ഈ രാഷ്ട്രീയകാര്യ സമിതി ഉള്ളത്. അതിൽ ആദ്യം അതിൻ്റെ യോഗം ചേർന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് ഒരു യോഗം ആ പാർട്ടി ചേരുന്നത്. ആ പാർട്ടിക്കകത്ത് എന്ത് നടന്നാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നാൽ പോലും നമ്മളൊരു ചർച്ചയുടെ ഭാഗമായി അത്തരം കാര്യങ്ങൾ കൂടി ഇവിടെ വിശദീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. 4 മാസത്തിന് ശേഷം ഒരു ചർച്ച നടത്തുമ്പോൾ പോലും ക്രിയാത്മകമായ ഒരു രാഷ്ട്രീയമായ സംഘടനാപരമായ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഏതാനും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു സംഘടനാ പ്രവർത്തനവും ഒരു ദാർശനിക മുഖവും മുന്നോട്ട് വെക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാന ഉത്തരവാദി ഇവരൊക്കെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി ഞാൻ അവസരം കിട്ടിയാൽ പറയാം. അതായത് ഇവർ പ്രതിപക്ഷ നേതാവ് ആരാണ്, ഞാനാണെന്ന് തെളിയിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ആദിവാസി ഊരുകളിൽ സന്ദർശനം നടത്തുന്നു, NSS പരിപാടികളിൽ പോകുന്നു. ഇവിടെ ഉണ്ടയില്ല വെടികളാണെങ്കിൽ പോലും അദ്ദേഹം വന്ന് പത്രസമ്മേളനം നടത്തി ചില അഴിമതികൾ ആരോപിക്കുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവാകാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു. VD സതീശൻ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന മട്ടിൽ എല്ലാവരെയും അകറ്റുന്ന പക്വതയില്ലാത്ത അഹങ്കാരിയായ ഒരു പ്രതിപക്ഷ നേതാവായി അവിടെ നിൽക്കുന്നു. K. സുധാകരൻ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളും ഓർമ്മക്കുറവും കൊണ്ട് അദ്ദേഹം ഇതിനെ നയിക്കുന്നു. അദ്ദേഹത്തെ മാറ്റിയാൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമെന്ന ഭീഷണിപ്പെടുത്തുന്നു. ഇതെല്ലാം കുളം കലങ്ങിയാൽ മീൻ പിടിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു അഖിലേന്ത്യാ നേതാവ് ഹൈക്കമാൻഡിന്റെ ഭാഗമായി അവിടെ നിൽക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത, നാളുകളിൽ അടിച്ചു പിരിയുന്ന ഒരു സംവിധാനമാണ് കോൺഗ്രസ് എന്ന് കൃത്യമായി തെളിയിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്ന് അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇപ്പോ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വടംവലി ഉണ്ട് എന്ന തരത്തിൽ മുൻപ് ചില വാർത്തകൾ വന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു. നമുക്കറിയാം NSS ആസ്ഥാനത്തേക്ക് ക്ഷണിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട സമയത്താണ് ആ ചർച്ചയൊക്കെ ഉണ്ടായത്. കോൺഗ്രസ് അതിനെ അടപടലം തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷെ അന്ന് VD സതീശൻ വാർത്താ സമ്മേളനം നടത്തുന്ന സമയത്ത് VD സതീശൻ അതിനെ വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തു. അതായത് അത് തിരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കേണ്ടതാണ്, കോൺഗ്രസ് അതിന് സംവിധാനമുണ്ട് എന്ന് പറഞ്ഞ്. അതായത് സതീശൻ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്ന സമയത്താണ് മറ്റുള്ളവർക്കൊരു ക്ലെയിം മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. അതിന് നിൽക്കാതെ വളരെ ഭംഗിയായത് കൈകാര്യം ചെയ്തു പോയി. ആ നില ഇപ്പോൾ സ്വീകരിക്കാൻ സതീശനോ മറ്റു നേതാക്കൾക്കോ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നേതൃയോഗം വിളിക്കുന്ന സമയത്ത് അതിൽ KPCC അധ്യക്ഷൻ പങ്കെടുക്കുന്നില്ല. അതായത് ഘടകകക്ഷികളുടെ അടക്കം നേതൃയോഗം വിളിക്കുന്ന സമയത്ത് KPCC അധ്യക്ഷൻ പങ്കെടുക്കുന്നില്ല. KPCC അധ്യക്ഷൻ വിളിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നില്ല. രാഷ്ട്രീയകാര്യ സമിതി ആദ്യം ചേരാൻ തീരുമാനിച്ച് പിന്നീട് ദീപാദാസ് മുൻഷിയും KC വേണുഗോപാലും തിരിച്ചു പോകുന്നു. അതിനുശേഷം രാഷ്ട്രീയകാര്യ സമിതി പിന്നെയും വിളിച്ചു ചേരുന്നു. ഈ സംയുക്ത വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വേറെ. എന്തുകൊണ്ടാണ് ഇതാ നോക്കൂ, ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കില്ലാത്ത പ്രശ്നങ്ങളാണ് പ്രതിപക്ഷത്ത് നിന്ന് കേൾക്കുന്നത്. അറ്റ്ലീസ്റ്റ് കേൾക്കുന്നത്, ഇല്ല എന്ന് തന്നെ പറയൂ. എന്നിരുന്നാൽ പോലും നോക്കൂ മാധു, ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കോൺഗ്രസ്സിൽ പ്രശ്നങ്ങളില്ലെന്ന് ആരും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നപ്പോൾ മാധ്യമങ്ങൾ ചിലത് തീരുമാനിച്ചു. സംയുക്ത വാർത്താ സമ്മേളനം 1. രണ്ടാമത്തെ കാര്യം, അനിൽകുമാർ സതീശനും തമ്മിൽ അവർ ശരിയായിരിക്കും അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോഴേക്കും സതീശൻ 63 സീറ്റുകളുടെ ഒരു പ്ലാൻ, അത് പ്ലാനല്ല. സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സതീശന് കിട്ടിയ വിവരങ്ങളെ, സർവേ ഒന്നും വേണ്ട. ഇനിയിപ്പോൾ സർവേ നടത്തണമെങ്കിൽ തന്നെ സതീശനും നടത്താം, ഒരു വിരോധമില്ല. പക്ഷേ അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ള ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ 14 ജില്ലകളിലെ സുഹൃത്തുക്കൾ വഴി ശേഖരിച്ച ചില ഡാറ്റാസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശരി. പക്ഷേ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അതിനുള്ളിൽ നടന്ന നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടും, മാധുവിന് കിട്ടും. CPM നടക്കുന്ന കാര്യം ഇപ്പോൾ EP ജയരാജൻ, ഇപ്പം മാധു ചോദിച്ചല്ലോ കോൺഗ്രസ്സുകാരെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. EP ജയരാജൻ എത്രയോ സെക്രട്ടേറിയറ്റ് യോഗം ബഹിഷ്കരിച്ചു. നമ്മളത് ചർച്ചയാക്കിയില്ല, ചർച്ചയാക്കും. CPM സെക്രട്ടേറിയറ്റ് യോഗം ചേരുമ്പോഴേക്കും അതിൻ്റെ വാർത്തകൾ നമുക്ക് കിട്ടും. മാധു വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നുകൊണ്ട് മാധുവിന് കിട്ടും. അതാണ് ഇപ്പോഴത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് സതീശനാണെങ്കിലും രമേശ് ആണെങ്കിലും അവർ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം, പറയും. ഞാൻ പറഞ്ഞ അതല്ല,
അതിനുശേഷം ജനങ്ങളോട് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, സംയുക്ത വാർത്താ സമ്മേളനം തീരുമാനിച്ചിട്ട് റദ്ദാക്കി. അങ്ങനൊരു സംഭവം ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇല്ലാത്ത സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ അതില്ല എന്ന് പറയുമ്പോൾ ആരാ തെറ്റിദ്ധരിക്കപ്പെടുന്നത്? കോൺഗ്രസ് പ്രവർത്തകരാണ്. ഇവിടെ മാധു ഒരു കാര്യം ആലോചിക്കുക, കോൺഗ്രസിൻ്റെ പ്രാദേശിക തലത്തിലോ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരിലോ ഇതൊന്നും ഒരു തർക്ക വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ള അവരുടെ മുമ്പിലില്ല. അവരുടെ മുമ്പിൽ തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അവർക്ക് ഒരു MP അന്ന് എന്താ വെച്ചാൽ പഞ്ചായത്ത് മെമ്പർ അതിനുള്ള അവസരം മാത്രമേ ഇപ്പോൾ അവർ നോക്കുന്നുള്ളൂ. മറ്റുള്ളവർക്ക് കോൺഗ്രസ്സിൽ പിന്നെ തീരുമാനിക്കാം. അത് സതീശനായാലും കൊള്ളാം, വേണുഗോപാലായാലും കൊള്ളാം, ചെന്നിത്തല ആയാലും കൊള്ളാം, ഏത് നേതാവ് മുഖ്യമന്ത്രി ആയാലും അവർക്കൊരു വിഷയമുള്ള കാര്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ CPMൻ്റെ അജണ്ട ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിപ്പോൾ നമ്മുടെ CPMൻ്റെ വക്താവായി വന്നിട്ടുള്ള എൻ്റെ സുഹൃത്ത് ഷാനിബ് പറഞ്ഞല്ലോ, സതീശനെ ആരും സഹായിക്കാനില്ല. നിയമസഭയിലെ ആ ക്ലിപ്പിങ് ഒരു ക്യാപ്സ്യൂളാക്കിയിട്ട് ഷാനിബിന് കൊടുത്തെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. മറിച്ച് ഷാനിബ് ആ ക്യാപ്സ്യൂൾ എടുത്ത് ആ വീഡിയോ എടുത്ത് നോക്കുക. അതിൽ സതീശൻ പറഞ്ഞത് നമ്മുടെ ഷംസീറിൻ്റെ ഗതികേട് കണ്ടിട്ടാണ്. ഷംസീർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും, സ്പീക്കർ പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് പ്രതിപക്ഷ. അതെ, അപ്പം അതുകൊണ്ടാണ് സതീശൻ അവിടെ പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നിയമസഭയിൽ എല്ലാ MLA-മാരും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയെ സംസാരിക്കുമ്പോൾ ഒപ്പം നിന്ന് ജയ് വിളിക്കാറില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് അവരുടെ അവസരമാണ്. അത് ആരും മാറില്ല. അതുകൊണ്ടല്ലേ ഒരു ഘട്ടത്തിൽ മാധുവിന് ഓർമ്മയുണ്ടോ, പിണറായി വിജയനെ രക്ഷിക്കാൻ മന്ത്രിമാർ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ മുഹമ്മദ് റിയാസ്? ആരും സഹായിക്കാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ? അന്ന് ഷാനിബ് കോൺഗ്രസ്സിലായതുകൊണ്ടായിരിക്കാം ഷാനിബ് എന്ന് പറയാതിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഷാനിബെ. അപ്പോൾ അതുകൊണ്ട് ഷാനിബ് ഇപ്പോൾ പറയുന്നതൊക്കെ ഷാനിബിൻ്റെ രാഷ്ട്രീയം, അത് ശരിയാ. പക്ഷേ CPM പറയുന്ന ക്യാപ്സ്യൂളെ അതേപോലെ ഷാനിബ് വിഴുങ്ങാൻ പാടില്ല. കാരണം ഷാനിബ് കുറച്ചുകൂടെ CPMൻ്റെ രാഷ്ട്രീയം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ്. പിന്നെ ഒരു കാര്യം കൂടെ മാധു ചോദിച്ച ചോദ്യം, ഈ കോൺഗ്രസിനുള്ളിലത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ മാധ്യമങ്ങൾ എന്താണ് ഇതിൽ അജണ്ടയാക്കുന്നതെന്നൊരു സംശയം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തിരക്കഥ പോലെ വരുന്നു എന്നുള്ളത്. അല്ലാണ്ട് ഞാൻ ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ഞാൻ മാധ്യമ പ്രവർത്തകനാണ്. ഉപയോഗിക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമുണ്ട്. കാരണം കഴിഞ്ഞ 8-9 വർഷക്കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആവർത്തിച്ച് കേൾക്കുന്ന വിമർശനം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ നാവാകുന്നു. VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ എന്ത് പറഞ്ഞാലും അവിടെ നിന്ന് KPCC-യിൽ നിന്ന് കിട്ടുന്ന നോട്ട് അനുസരിച്ച് ചർച്ച നടത്തുന്നു, കോൺഗ്രസ്സുകാർ പറയുന്നത് വേദവാക്യമാക്കി എടുക്കുന്നു എന്നൊക്കെയുണ്ട്. ആ ചീത്തപ്പേരൊന്ന് മാറി കിട്ടുമല്ലോ. അങ്ങനെ കോൺഗ്രസും മത്സരിച്ച് പറയണം കേരളത്തിലെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു അജണ്ട വെച്ച് സിൻഡിക്കേറ്റായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ചീത്തപ്പേരങ്ങ് മാറി കിട്ടും. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആകുമ്പോൾ ഏറെക്കുറെ ഒരു തൂക്കമാവുമല്ലോ, സന്തോഷമുള്ളൂ. TJ ശ്രീലാൽ ഇപ്പൊ ഒരു ഡാറ്റ അവതരിപ്പിച്ചു എന്നത് വരെയായി, അവൻ സുഹൃത്തുക്കളിലൂടെ പരിചയക്കാരിൽ നിന്നൊരു ഡാറ്റ കൊണ്ടുവന്നു എന്നത് വരെയായി. അങ്ങനെ സുഹൃത്തുക്കളിലൂടെ പരിചയക്കാരിലേക്കും ഡാറ്റ കൊണ്ടുവരുമ്പോൾ സുഹൃത്തുക്കളെയും പരിചയക്കാരെയും കൺവീനർമാരാക്കാനുള്ള ശ്രമം അടക്കം നടക്കുന്നു. ആ സീറ്റുകളിൽ ആധിപത്യം എന്തുകൊണ്ടാണ്? അവസാനം ഹൈക്കമാൻഡ് തലയിടുന്ന സമയത്ത് കൈവക്കാൻ കൂടെ വേണ്ടത് സ്വയം നിശ്ചയിക്കുന്ന ആളുകളാണെന്ന് ആത്മവിശ്വാസത്തിൽ ഒരു പണി അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ലേ സ്വാഭാവികമായും ഇപ്പുറത്തു നിന്നൊരു ചോദ്യം വരുന്നത്, എവിടെ നിന്ന് ഈ ഡാറ്റ എന്നുള്ളത്. അത് തന്നെയാണ് മാധു ഈ പറഞ്ഞത്. ഞാനിപ്പോൾ ശ്രീമർ സാർ പറയുമ്പോൾ ഞാൻ ചിരിച്ചുപോയി അറിയാതെ. കാരണം ആദ്യം അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് ശ്രീമർ സാർ പിന്നീട് ഒരു ഡാറ്റ അവതരിപ്പിച്ചു. ഡാറ്റയായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഡാറ്റയ്ക്ക് കൂടുതൽ ഡാറ്റയ്ക്ക് കൂടുതൽ ഒതൻറ്റിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു സർവേ ആയി അവതരിപ്പിച്ചപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. അങ്ങനെ സർവേ നടത്തണമെങ്കിൽ അതിന് AICCയുടെ പെർമിഷൻ വേണം എന്നുള്ള ഒരു നിലപാടിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത്. ആ പ്രശ്നം തുടങ്ങുന്നത് VD സതീശൻ എന്ന നേതാവിനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല ഈ പ്രശ്നം. VD സതീശൻ തന്നെ നേതാവായി നിൽക്കുമോ എന്നുള്ള ഉറപ്പ് ഇവർക്ക് ഇപ്പോഴും ഈ നേതാക്കൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായി വരും എന്ന് VD സതീശൻ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി VD സതീശൻ വന്നു. ഇനിയും ഇപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ പറയാം, VD സതീശനാണ് അടുത്ത കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം തലകീഴാൻ പറയും. ഇന്ന് അദ്ദേഹത്തെ എതിർത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തലക്കനമാണ്, അദ്ദേഹം ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്നൊക്കെ കുറ്റപ്പെടുത്തുന്ന നേതാക്കളെല്ലാം അടപടലം മറിഞ്ഞ് VD സതീശനൊപ്പം നിൽക്കും. ഈ പ്രഖ്യാപനം വരാത്തത് കൊണ്ടും ഇപ്പോഴും സംശയമുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തള്ളി പറയല്ല, കോൺഗ്രസിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുള്ള ഒരുപാട് അത്ര പരിണതപ്രജ്ഞരായ ഒരുപാട് നേതാക്കൾ നിരവധി ഉണ്ട് താനും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ VD സതീശനൊപ്പം ആത്മാർത്ഥം നിൽക്കുന്നാൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് ചെയ്യപ്പെടും എന്നുള്ള തോന്നൽ ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ മാധു ചൂണ്ടിക്കാണിച്ച പോലെ VD സതീശൻ ആളെ കൂട്ടുന്നു ഒപ്പം, അങ്ങനെ ഒരു തോന്നൽ മറുഭാഗത്ത്. ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. കാരണം പണ്ടത്തെ പോലെ കോൺഗ്രസിൽ ഇപ്പോൾ ശക്തരായ ഗ്രൂപ്പുകളൊന്നുമില്ല, ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ഇതിങ്ങനെയാണ്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ രീതിയുണ്ട്. കോൺഗ്രസിന്റെ ഈ രീതികളും കാര്യങ്ങളും ഒക്കെ എവിടം വരെയാണ്
തുടർ ഭരണം എന്ന് പറയുന്ന സാധനം ഇല്ലാതിരുന്ന സമയം വരെയല്ലേ 77 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ആ രാഷ്ട്രീയ ചരിത്രത്തിലല്ലേ ഇത് മാറിയില്ലേ? അത് മാറിയതിനനുസരിച്ച് ഒരാളെ ഉയർത്തി കാണിച്ച് അയാൾക്ക് പിന്നെ ഒരു സംഘടനാശേഷി ഉണ്ടാക്കി അങ്ങനെ പോകണ്ടേ? അങ്ങനെ പ്രഖ്യാപിക്കണം. അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ കഥയെല്ലാം മാറും. ഇപ്പോൾ ഒരു നേതാവിനെ, അത് ആരെയായാലും, കോൺഗ്രസ് ഒരു കാലത്തും KPCC പ്രസിഡന്റിന് ഇവിടെ ഒരു സമവായം ഉണ്ടാക്കി പ്രഖ്യാപിച്ച കാലം ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സമവായം അന്ന് പക്ഷേ കെ കരുണാകരനായാലും AK ആന്റണി ആയാലും പിന്നീട് ഉമ്മൻചാണ്ടി വന്നപ്പോഴും അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തല ഈ പ്രതിപക്ഷ നേതാവാകുമ്പോഴെല്ലാം അവർ തന്നെയായിരുന്നു അന്ന് പാർട്ടിയുടെ അങ്ങനെയായിരുന്നു. പക്ഷെ അല്ലാതെ ഒരു കാലത്തും KPCC പ്രസിഡന്റിനെ ആകപ്പാടെ KPCC പ്രസിഡന്റായി എല്ലാവരും അംഗീകരിച്ച് വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ KPCC പ്രസിഡന്റായി വെച്ചത് രമേശ് ചെന്നിത്തല മാത്രമാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന KPCC പ്രസിഡന്റുമാരെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുകയും പിന്നീട് ഇവിടെ അവരെ സ്വീകാര്യരാകുകയും ചെയ്തതാണ്. രമേശ് ചെന്നിത്തല അന്ന് എല്ലാവരും ചേർന്ന് സ്വീകരിക്കപ്പെടാൻ കാരണം അന്ന് പാർട്ടിയിലെ സാഹചര്യം അതായിരുന്നു. കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോൾ ഉണ്ടായല്ലോ വലിയ പ്രതിസന്ധി സമയത്ത് രമേശ് ചെന്നിത്തല ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് KPCC പ്രസിഡന്റായി കൊണ്ടുവരുന്നു. അപ്പോൾ അന്നത്തെ പ്രതിസന്ധി കാരണം എല്ലാവരും അംഗീകരിച്ചു. അതിനുശേഷം VM സുധീരൻ വന്നപ്പോഴും മുറുമുറുപ്പുണ്ടായി. പക്ഷേ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നു, തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. അതിനുശേഷം മുല്ലപ്പള്ളി വന്നപ്പോഴും മുറുമുറുപ്പുണ്ടായി. എന്തിനെ ഈ പറയുന്ന K സുധാകരൻ വരുമ്പോൾ പോലും ചില മുറുമുറുപ്പുകൾ അവിടുന്ന് ഇവിടുന്ന് ഉണ്ടായെങ്കിലും അന്ന് അപ്പോഴും ഈ പാർട്ടിയുടെ സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുന്നു, നമ്മൾ ഇവിടെ അംഗീകരിക്കപ്പെടുന്നു. അതാണ് പണ്ടുമുള്ള സ്ഥിതി. ഇപ്പോൾ VD സതീശൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. VD സതീശന് പ്രതിപക്ഷ നേതാവ് ആര് വേണമെന്ന് തീരുമാനിക്കണം വന്നപ്പോൾ ഇവിടെ നിന്നും പല നേതാക്കളും പറഞ്ഞ പേരുകൾ VD സതീശൻ്റെ പേരൊന്നും അല്ലായിരുന്നു. മറ്റു ചില പേരുകളാണ് ആദ്യം ചില നേതാക്കൾ മുന്നോട്ട് വെച്ചത്. ഗ്രൂപ്പ് ഇന്നത്തെ രീതിയിൽ ഇന്ന് കാണുന്ന പോലെ പിരിഞ്ഞു പോകാനുള്ള കാരണങ്ങൾ ഒന്ന് തന്നെ അന്ന് ഒരു നേതാവിൻ്റെ പേര് ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുകയും അത് ഗ്രൂപ്പിലെ പ്രബലനായ മറ്റൊരു നേതാവിന് ഇഷ്ടപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ആകാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ഒരു ഇന്ന നേതാവാണ് നമ്മുടെ നയിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കാൻ പോകുന്നതെന്ന് പ്രഖ്യാപിച്ചാൽ ഇതെല്ലാം മാറും. മുൻപ് കോൺഗ്രസിൽ ഈ ഗ്രൂപ്പിൽ അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമായിരുന്നു. ഗ്രൂപ്പിൻ്റെ പരമാവധി നേതാക്കൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നേതാക്കളടക്കമാണ് ഈ കാര്യങ്ങളിൽ മാറ്റം വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഈ പറയുന്ന VD സതീശനെതിരെ ഉയരുന്ന എല്ലാ ആരോപണങ്ങളും നാളെ VD സതീശൻ ആണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും മറക്കും, അംഗീകരിക്കും. അത് കോൺഗ്രസിൻ്റെ രീതിയാണ്. അതോടൊപ്പം തന്നെ ഈ അടിച്ചു പിരിയത്തൊന്നുമില്ല. ഇതൊരു ഗ്യാപ്പാണ്. ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിൽ ഇതൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകും, വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലേക്ക് പോകും, അത് കഴിഞ്ഞാകും മുഖ്യമന്ത്രിയാൽ. ഇത് കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ഒരു പരിശീലനം എന്ന രീതിക്ക് കാണുന്ന ഒന്നാണ്. അതിപ്പോൾ CPM-ലോ കോൺഗ്രസിലോ മറ്റെവിടെയെങ്കിലുമോ എന്നുള്ളതല്ല. സാധാരണഗതിയിൽ ഒരു പാർട്ടിയെ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകാൻ, അതിനെ സജ്ജമാക്കാൻ, അതിൻ്റെ സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ, ആ പോരിൽ മുന്നിൽ നിൽക്കാൻ, ഭരണപക്ഷത്തെ നേരിടാനൊക്കെയുള്ള ഏറ്റവും ശക്തനായ നേതാവ് എന്ന നിലയ്ക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു നാച്ചുറൽ ചോയ്സ് എന്ന രീതിക്ക് ഉണ്ടാകും. എന്തുകൊണ്ടാണ് അതിനപ്പുറം അങ്ങനെ നേതാവായി കാണുന്നതിന് പകരം ഒരു ടാർഗറ്റായിട്ട് സതീശനെ കാണുന്നത്? ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് വളരെ നിർണായകമായൊരു വിഷയമാണത്. സെൻസിറ്റീവായിട്ടുള്ള വിഷയമാണ്. സതീശൻ പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് ആസ് ആൻ ഓപ്പോസിഷൻ ലീഡർ, ഞാൻ തൃക്കാക്കര തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ്, പാലക്കാട് തിരഞ്ഞെടുപ്പ്, മാധു പാലക്കാട് തിരഞ്ഞെടുപ്പ് അതിഗംഭീരമായിട്ട് വിജയിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് VD സതീശന് കിട്ടുമ്പോൾ VD സതീശൻ്റെ ശത്രുക്കളുടെ എണ്ണമാണ് കൂടിയത്. VD സതീശൻ പറഞ്ഞാണ് ഇത് ആ പരാജയം ആണെങ്കിൽ ഞാൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ഒരാൾക്ക് അതിന്റെ ക്രെഡിറ്റ് കിട്ടില്ലേ? വെച്ചാൽ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇനി സതീശനെ പിടിച്ചാൽ കിട്ടില്ല എന്നൊരു ധാരണ കോൺഗ്രസിനകത്തെ തൽപര കക്ഷികൾക്കുണ്ടായിട്ടുണ്ട്. അതാണ് പെട്ടെന്ന് ആക്രമണം. അതിനുശേഷമാണല്ലോ ഈ നീക്കങ്ങൾ സജീവമായത്. ചടുലമായ നീക്കങ്ങളിലൂടെ സതീശനെതിരെ ഒരു യുദ്ധരംഗം അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ്. അത് കാരണം സതീശനെ കുറിച്ച് ഞാൻ പറയാം. സതീശൻ നന്നായിട്ട് വായിക്കുന്നയാളാണ്, നല്ല വിജ്ഞാനമുള്ളയാളാണ്, എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളയാളാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്. അതുവരെ കേരള സമൂഹത്തിന് വെറും വരട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൽ കാണുമായിരിക്കും, പലരും കാണും, PC ജോർജ് ഉൾപ്പെടെ. പക്ഷേ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ
എനിക്ക് തോന്നുന്നു കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രതിപക്ഷ നേതാവ് അല്ലെ അപ്രോച്ച് ചെയ്യാൻ കഴിയുന്ന, ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന, ആളെ കൂട്ടാൻ കഴിയുന്ന, ജനകീയ വിഷയങ്ങൾ എടുക്കാൻ കഴിയുന്ന, ഏറ്റവും നിസ്സഹായരായി നിൽക്കുന്ന മനുഷ്യർക്ക് ഒരാളുണ്ട് എന്ന് കൂടെ തോന്നിപ്പിക്കാൻ കഴിയുന്ന ഒരാൾ. ഞാനൊക്കെ ആക്റ്റീവായിട്ട് പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ മതികെട്ടാൻ മല ഞാൻ പോയി 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയി ഇതെന്താ ഈ മനുഷ്യൻ അവിടെ പോയി കാണിച്ചതെന്നുള്ളത്. അവിടെ അങ്ങോട്ടൊരു കുരിശ് വെച്ചു. അതൊക്കെയാണ് വിഷയം. PC ജോർജും PJ ജോസഫും കൂടെ ഉടക്കാനുള്ള കാരണം അവിടെയാണ്. ജോർജാണ് അവിടെ കൊണ്ടുപോകുന്നത്, PC ജോർജാണ് അവിടെ കൊണ്ടുപോകുന്നത്. മതികെട്ടാൻ മലയിൽ പോകണം. അയ്യോ, ഞാനും എൻ്റെ ഫോട്ടോഗ്രാഫറും കൂടെയാണ് പോയത്. ഒരു ജീപ്പിലെടുത്താലേ ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടുകയാണ് ജീപ്പ്. അവിടുത്തുകാർക്ക് മാത്രമേ അത് ഓടിക്കാൻ പറ്റൂ. ആ ജീപ്പ് ഓടിക്കുന്നത് അങ്ങനത്തെ ജീപ്പിലാണ് പ്രായം ഏറെ ചെന്ന VS പോയത്. അവിടെ ചെന്ന് കണ്ടത് ഒരു ഇഷ്യൂ ആക്കി. മതികെട്ടാൻ മല കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിട്ട് മാറുകയാണ്. VD സതീശന് പറ്റിയത് അതിനൊരു പക്വത വേണം. നമ്മൾ ചരിത്രത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരെ നോക്കിയോ, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ അടുത്ത തവണ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് 77-ന് ശേഷം. പ്രതിപക്ഷ നേതാവ് അടുത്ത മുഖ്യമന്ത്രിയാവുക എന്നുള്ളത് ഒരു നാച്ചുറൽ ചോയ്സാണ്. സാധാരണ ഞാൻ രമേശ് ചെന്നിത്തല ആകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അവിടെ പറ്റിയതിനകത്ത് പ്രധാന പങ്കും രമേശ് നേരത്തെ ആഗ്രഹിച്ചതായിരുന്നു കേട്ടോ, ഇപ്പൊ പ്രതീക്ഷിച്ചതായി. ശരി, പറയൂ. ആഗ്രഹിച്ചാണെന്ന് പറഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തണ്ട, ഞാൻ അതിന് സമ്മതിക്കുന്നു. കാരണം രമേശ് ചെന്നിത്തല നമ്മളെ ഒരു പൈങ്കിളി കഥ പറയാം. വേണ്ട വേണ്ട വേണ്ട, ഈ കഥ പ്രകാരം പറ. രമേശ് ചെന്നിത്തലയോട് ഞാനുള്ള ബന്ധത്തെക്കുറിച്ച് അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ്റെ കുഴപ്പം ആ ഒരു നേതാവിന്, പ്രതിപക്ഷ നേതാവിനെന്നല്ല ഒരു രാഷ്ട്രീയ നേതാവിനുള്ള പക്വതയും ആ വളർച്ചയും അദ്ദേഹം കാണിക്കുന്നില്ല എന്നുള്ളത് VD സതീശൻ്റെ ഒരു പോരായ്കയായിട്ട് ഞാൻ കാണുന്നു. ആ ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഒരു തലയെടുപ്പുള്ള ഉന്നതനായ ഒരു നേതാവായിരിക്കണം മധു. അങ്ങനെയുള്ള നേതാവായിരിക്കണം. കേരളം കണ്ട എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാർക്കും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും, കോൺഗ്രസിലും CPM-ലും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ KM മാണി, ബേബി ജോൺ, വേറെ ഘടകകക്ഷികളാണല്ലോ, അവർക്കൊക്കെ എന്തോ തലയെടുപ്പാണ്. മുഖ്യമന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സമയത്ത് ഇന്ന് തലപ്പൊക്കം ആരോപിക്കുന്ന പല നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉൾക്കിരീടം എടുത്ത് ആരും തലയിൽ വെച്ചില്ല. പക്ഷേ ഒരു സ്ഥാനം കിട്ടിയാൽ, ഞാനൊരു ഉദാഹരണം പറയാൻ പോകുന്നത് മുരളീധരനെയാണ്. ഒരു സ്ഥാനത്തെത്തിയാൽ ആ സ്ഥാനത്തിനൊപ്പമോ ആ സ്ഥാനത്തിനപ്പുറത്തേക്കോ വളരാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നല്ല ഏതാൾക്കും ഒരു കഴിയണം. ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ അതുവരെയുള്ള ഉദ്യോഗസ്ഥരല്ല അദ്ദേഹം, വേറൊരു ലെവലിലേക്ക് മാറണം. VD സതീശൻ പൂർണ്ണമായിട്ട് ആ രംഗത്തേക്ക് പക്വത വേണം, ശാന്തത വേണം, സർവോപരി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശേഷി വേണം. അതാണ് പ്രധാനം. അത് പ്രധാനമാണ്. അപ്പം മറ്റു പല തൽപര ശക്തികൾ ഉണ്ട് എന്നിരുന്നാലും അതിനപ്പുറത്ത് പാർട്ടിയെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യം വന്നാൽ, കാരണം ഈ പറയുന്ന കറുപ്പും വെളുപ്പും പുകകളൊക്കെ ഉയരുന്ന സമയത്ത് ആ ടോപ്പിലിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിന് ഉത്തരവാദിത്വം കൂടി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം വളർന്നിട്ടില്ല എന്ന് നിങ്ങൾ രണ്ടുപേരും കുറ്റപ്പെടുത്തിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം VD സതീശനാണ്. ഇല്ല, കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് കുറ്റപ്പെടുത്തലില്ല, ഈ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ വന്നിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം വേറെ ആരിലും കെട്ടിവെക്കേണ്ട, അത് VD സതീശൻ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള സതീശനെ പോലും അംഗീകരിക്കും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. അത് കാര്യം വേറെ, അത് വേറെ. പക്ഷെ അപ്പോഴും ഉണ്ടല്ലോ, അദ്ദേഹം ഉയരണം, ആ സ്ഥാനത്തിന് അപ്പുറത്തേക്ക് ഉയരണം. ശരി, ഓക്കെ. ശ്രീ ഷാനിബ്, ഇപ്പോ 3ാം തവണയും CPM എന്ന നിലയ്ക്ക് പ്രചാരണങ്ങളും ഇപ്പോ അവകാശവാദങ്ങളും ഒക്കെ CPM ഉന്നയിക്കുന്നുണ്ട്. CPM-ന്റെ സംഘടനാ സംവിധാനം നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രാമുഖ്യം നൽകി. ഒരു പക്ഷേ അതിന് മുൻപ് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് എന്നിരുന്നാൽ പോലും അടുത്ത തവണയും എന്ന നിലയ്ക്ക് അതിന്റെ സംഘടനാ സംവിധാനം ചലിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് അപ്പുറത്തെ പാളയത്തിലെ ഈ വിവാദങ്ങളെ എങ്ങനെയാണ് CPM നോക്കിക്കാണുന്നത്? വ്യക്തിപരമല്ല, പാർട്ടി എന്ന നിലയ്ക്കു തന്നെ. തീർച്ചയായും ഞാൻ പാർട്ടി എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. വ്യക്തിപരമായി എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ അതിന് കൂടെ പറഞ്ഞു എന്ന് മാത്രം. ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീകുമാരേട്ടൻ പറഞ്ഞ ഒരു കാര്യം, ഈ പിന്നെ സ്പീക്കർക്കെതിരെയാണ് പറഞ്ഞത് എന്നത് നമുക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വന്ന സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയകാര്യ സമിതിയിലും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. അന്ന് രാവിലെയാണ് ഈ മാരാമൻ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്ന കാര്യമുണ്ടാകുന്നത്. അങ്ങനെ അതുപോലെ അദ്ദേഹത്തെ പിന്തുണക്കാൻ ആരും വരുന്നില്ല എന്നുള്ള സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അദ്ദേഹം പറഞ്ഞുപോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അദ്ദേഹം ഈ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന MLA-മാരോട് തന്നെ പറഞ്ഞതാണ് എന്ന അർത്ഥത്തിലല്ല. ആ സമ്മർദ്ദത്തിൽ അദ്ദേഹം ആ ഒരു മാനസിക
പിന്നെ അവസ്ഥയിൽ എനിക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ കാര്യം സൂചിപ്പിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ CPM-ന്റെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താഴെ തട്ടിൽ നിന്ന് തുടങ്ങി അതിൻ്റെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ബ്രാഞ്ച് സമ്മേളനങ്ങൾ, പിന്നെ ഏരിയ സമ്മേളനം, അങ്ങനെ ജില്ലാ സമ്മേളനങ്ങൾ. പാലക്കാട് ഇപ്പോൾ ഇന്നലെയും ഇന്നും നാളെയുമായി സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഘടനാ സംവിധാനം ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ഒരു ക്ലബ്ബാണെങ്കിൽ പോലും അതിനൊരു ബൈലോ ഉണ്ടാവും. ആ ബൈലോ അനുസരിച്ച് ആ കമ്മിറ്റിക്ക് ഒരു കാലാവധി ഉണ്ടാകും. ആ കാലാവധി കഴിഞ്ഞാൽ അത് ജനറൽ ബോഡി വിളിച്ച് അതിൻ്റെ പിന്നെ പുതിയ ഭാരവാഹികളെ തീരുമാനിക്കും. അങ്ങനെ ഏതൊരു ചെറിയ കമ്മിറ്റി ആണെങ്കിൽ പോലും, ഒരു അമ്പല കമ്മിറ്റി ആണെങ്കിലും, ഒരു പള്ളി കമ്മിറ്റി ആണെങ്കിലും, ഒരു പിന്നെ കുടുംബ സംഗമത്തിന് വേണ്ടി ഉണ്ടാക്കിയ കമ്മിറ്റി ആണെങ്കിൽ പോലും അതിനൊക്കെ ഒരു കൃത്യമായ കാലാവധി ഉണ്ടാകും. ആ കാലാവധി കഴിഞ്ഞാൽ ആ കമ്മിറ്റി പിരിച്ചു വിടും, പുതിയ കമ്മിറ്റി ഉണ്ടാക്കും. അങ്ങനെയൊക്കെയാണ് സംഘടനകൾ, ജനാധിപത്യ സംഘടനകൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? CPM അതിൻ്റെ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി പുതിയ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ച് തിരുത്തലുകൾ വരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തലുകൾ വരുത്തി ആ സമ്മേളനത്തിൽ എല്ലാ കാര്യവും ചർച്ച ചെയ്യുകയാണ്. ഏരിയ സമ്മേളനങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചകളുണ്ടായി എന്ന് പിന്നെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ചർച്ചകളിലൂടെ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കി പുതിയ നേതൃത്വം വന്ന് പുതിയ പിന്നെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് ഒരു പാർട്ടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അത് മുന്നോട്ട് നടക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോഴും നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ സംഘടനാ സംവിധാനം പൂർണ്ണമായി കഴിഞ്ഞ കുറേ വർഷങ്ങളെ കൊണ്ട് അത് പൂർണ്ണമായി തകർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ആ പാർട്ടി നിൽക്കുന്നു എന്നാണ്. കോൺഗ്രസ് പൂർണ്ണമായി തകരണമെന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ആരും ആഗ്രഹിക്കില്ലല്ലോ. ആ പാർട്ടി തിരിച്ചു വരണം, ആ പാർട്ടി ശക്തമായ ഒരു പ്രതിപക്ഷമായി ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, ആ ജനാധിപത്യ പിന്നെ താല്പര്യം സംരക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഉള്ളത്. എന്നാൽ കോൺഗ്രസ് മാത്രമാണത് തിരിച്ചറിയാത്തത്. താഴെത്തട്ടിലേക്കും, ശ്രീകുമാരേട്ടൻ പറഞ്ഞ താഴെത്തട്ടിൽ ഈ പ്രശ്നങ്ങളില്ല എന്നാണ്. താഴെത്തട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടില്ല, ബ്ലോക്ക് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ DCC-യിൽ പുനഃസംഘടന നടന്നിട്ടില്ല. ഒരു കമ്മിറ്റി എല്ലാ കാലവും പുനഃസംഘടനയാണ്, എല്ലാ ദിവസവും കോൺഗ്രസിൽ പുനഃസംഘടനയാണ്. അല്ലാത്തൊരു വിഷയം ആ പാർട്ടിക്ക് ചർച്ച ചെയ്യാനില്ല. ഇപ്പോൾ 3ാം തവണയും CPM അധികാരത്തിൽ വരും എന്ന കാര്യം CPM-നേക്കാൾ കൃത്യമായി അറിയാവുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ്. കോൺഗ്രസിനകത്തുള്ള ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയിൽ പോലുമുള്ള ആളുകൾ 3ാമതും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യ എന്ന് ഒരു നേതാവ് പറഞ്ഞതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. 3ാമതായി നമ്മൾ പ്രതിപക്ഷത്തിരുന്നാൽ ഇനി നമ്മൾ ഈ പാർട്ടി ഉണ്ടാകില്ല എന്ന നിലപാട് അവർ തന്നെ മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം CPM അതിന്റെ നയങ്ങളുമായി, വികസന കാഴ്ചപ്പാടുകളുമായി, ക്ഷേമ ഈ രീതിക്കുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പിന്നെ നേരത്തെ ശ്രീകുമാർ പറയുകയും ചെയ്തു താഴെത്തട്ടിൽ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളത്. കോൺഗ്രസിന്റെ പ്രവർത്തകർ മാത്രം വോട്ട് ചെയ്തിട്ടല്ല കോൺഗ്രസോ, CPM-ന്റെ പ്രവർത്തകർ മാത്രം വോട്ട് ചെയ്തിട്ടല്ല CPM-ഓ കേരളത്തിൽ അധികാരത്തിലേറുന്നത്. അത് കൃത്യമായി ഒരു രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരുടെ വിവേചന ബുദ്ധിയുടെ പേരിൽ കൂടിയാണ്. എന്നിടത്താണ് ഈ വിവാദങ്ങളൊക്കെ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് എന്നത് പ്രധാനമാണ്. താഴെ തട്ടിലാണ് ആളുകളെ ഇത് സ്വാധീനിക്കുന്നതും ബാധിക്കുന്നതും. മുകളിലുള്ളവർക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്, അധികാരം, ഗ്രൂപ്പ്, ആവേശം, ഇതൊക്കെയുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് താഴെത്തട്ടിലുള്ള ആളുകളാണ് ഇതിനു വേണ്ടി, പാർട്ടിക്ക് വേണ്ടി എന്ന രീതിയിൽ നിലനിൽക്കുന്നത്. അവരെയാണ് പ്രാഥമികമായത് ബാധിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ശ്രീകുമാർ, ഇപ്പോൾ അങ്ങ് ഒരു മാധ്യമ പ്രവർത്തകനാണ്, കോൺഗ്രസ് അനുഭാവിയാണെന്ന് പറയാൻ മടിയില്ലാത്ത മാധ്യമ പ്രവർത്തകരാണ്. അപ്പോൾ അങ്ങേക്ക് വളരെ കൃത്യമായിട്ടറിയാം കോൺഗ്രസിന് മുന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എത്ര കഠിനമാണ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ ഈ 21 സീറ്റുകൾ എന്ന് പറയുന്ന എറണാകുളം മുതൽ ഇങ്ങോട്ടുള്ള അധിക വിളവെടുപ്പ് കൊണ്ടാണ്. അതല്ലെങ്കിൽ എവിടെയൊക്കെ ഏതൊക്കെ ജില്ലകൾക്ക് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലാണ് എത്ര സ്വാധീനമാണ് കോൺഗ്രസിന് ഒറ്റയ്ക്കുള്ളത് എന്നത് വളരെ വ്യക്തമായി അറിയാവുന്ന ആളുകളാണ് അങ്ങ് ഇപ്പോൾ ഈ പാനലിരിക്കുമ്പോൾ. മറ്റുള്ള നേതാക്കളെല്ലാവരും ഇവിടെ ഈ പറയുന്ന 60-ന് മുകളിലെ സീറ്റ് എന്ന് പറയണമെങ്കിൽ എത്ര കഠിനമായി പ്രവർത്തിക്കണം. അങ്ങനെ കഠിനമായി പ്രവർത്തിക്കണമെങ്കിൽ ഈ നേതാക്കളെല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ടേ? ഇനി വിവാദത്തിനുള്ള സാധ്യത എന്താണ്? നോക്കൂ, മാധു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു
അങ്ങനൊരു തോന്നൽ പ്രവർത്തകർക്കും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകണമെന്നുള്ളത്. അത് ഉണ്ടാകുക എന്നുള്ളത് മാധ്യമങ്ങളുള്ളിടത്തോളം കാലം നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മളുടെ ചോദ്യം ചോദിക്കുക, അവരെന്തെങ്കിലും ആൻസർ പറയും, അത് നമ്മൾ പർവ്വതീകരിക്കും. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ നിൽക്കും. അത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഞാനതാണ് ആദ്യമേ ഒരൊറ്റ മിനിറ്റ് ശ്രീകുമാർ, എന്റെ കയ്യിൽ ഇവര് ഒരുമിച്ച് നടത്തിയ വാർത്താ സമ്മേളനങ്ങളുടെയൊക്കെ ബൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിൽ ആരും മറന്നുപോയിട്ടുള്ളതൊന്നുമല്ല, അതിലെ രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ടല്ല ലോകത്തിലുള്ളവരാരും വിശ്വസിക്കാത്തത്. അവനവൻ ചെയ്തു കൂട്ടിയതും അവനവൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംബോധന ചെയ്തതും അവനവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്കിന് വേണ്ടി ബഹളമുണ്ടാക്കുന്ന ഈ ചർച്ചയുടെ ഭാഗമാക്കണമെന്ന് പോലും ഞാൻ വിചാരിച്ചതല്ല. മാധ്യമങ്ങളില്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ പറയുന്ന വിഷ്വൽ, അതിനുള്ളിലുള്ള വിഷ്വൽ പുറത്തേക്ക് വന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറഞ്ഞു പോയാൽ ഐക്യം കൂടുതൽ വെളിവായി പോവേ. അല്ല മാധു, അത് പറഞ്ഞോളൂ. കാരണം അതിന് ശേഷമല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് വിജയിച്ചത്, വയനാട് പ്രിയങ്ക ഗാന്ധി വിജയിച്ചത്. അതൊക്കെ പോട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന നമുക്ക് ഓർമ്മയില്ലേ? അല്ല, അതെ ആയിക്കോട്ടെ. അല്ല, ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം എടുക്കാം. എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് 10, 19, 18 സീറ്റിൽ ജയിച്ചത്? അതിലിവിടുന്ന് അസംബ്ലി മണ്ഡലങ്ങളാണല്ലോ. ഞാൻ മാധു ആലോചിച്ചിട്ടും മാധു പറയാതിരുന്നാണെന്ന് എനിക്കറിയില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്ര അസംബ്ലി മണ്ഡലങ്ങളുണ്ട്? 7 എണ്ണം. ആ 7 ഇടത്ത് UDF-നാണല്ലോ മുൻതൂക്കം, പാലക്കാട് UDF-നാണല്ലോ മുൻതൂക്കം. അപ്പോൾ 8 എണ്ണം കഴിഞ്ഞില്ലേ? പിന്നെ ചേലക്കര CPM-ന്. അപ്പോൾ അവിടെ തന്നെ 9-ൽ 8 UDF ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണക്കാക്കിയാൽ മതി. ഞാൻ പറഞ്ഞത് നേരത്തെ ശ്രീലാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ശ്രീലാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തു. അതായത് VD സതീശന് കിട്ടിയ ഡാറ്റാസ് പോലെ ഏത് നേതാവിനും കിട്ടും. പക്ഷേ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്ന നിലയ്ക്ക് അദ്ദേഹം അത് രാഷ്ട്രീയ കാര്യസമിതിയിൽ ആ ഡാറ്റാസ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പ്രവർത്തകർക്കിടയിലും അനുഭാവികൾക്കിടയിലും വോട്ട് ചെയ്യേണ്ടവർക്കിടയിലും മുഖ്യമന്ത്രി സ്ഥാനം ഒരു തർക്കവിഷയമല്ലാത്തത് ഈ ഗവൺമെൻറ് വിരുദ്ധ വികാരം നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇന്നത്തെ പൊതുപണിമുടക്കിൽ CPI സംഘടന പങ്കെടുത്തടക്കം ഞാൻ പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം, CPM-നെ കുറിച്ച് നമ്മളുടെ ഷാനിബ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഷാനിബെ, MV ഗോവിന്ദൻ മാഷ് കലാരാജുവിൻ്റെ ആ തട്ടിയെടുക്കലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? കോൺഗ്രസ്സുകാർ തട്ടിക്കൊണ്ടുപോയി എന്നല്ല പറഞ്ഞത്. അപ്പോൾ അത്രേ ഉള്ളൂ CPM-ൻ്റെ രാഷ്ട്രീയം. പിന്നെ മറ്റു കാര്യം എന്താണ്, നമ്മുടെ ജേക്കബ് ജോർജ് പറഞ്ഞൊരു കാര്യമാണ് രസാവഹം. അതായത് VD സതീശനെ പോരാ, പക്വത പോരാ. എൻ്റെ ജേക്കബ് ജോർജ് എന്നെക്കാട്ടിലും കൂടുതൽ തിരുവനന്തപുരം രാഷ്ട്രീയം കണ്ട ആളാണ്. K കരുണാകരൻ എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റിയോ? AK ആൻ്റണിക്ക് എല്ലാവരും ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റിയോ? പക്ഷേ കോൺഗ്രസ് ജയിച്ചു. അവിടെയാണ് കാര്യം. ഞാൻ അതാ പറഞ്ഞത്, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിലൊക്കെ മാറ്റം സംഭവിക്കും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുല്യരായ നേതാക്കൾ ഒരുപാടുണ്ട്. അതിലൊന്നാമൻ ആരാണെന്നുള്ള തർക്കം ഏത് കാലത്തുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്യാം, വിഷമമുള്ള കാര്യമല്ല. പക്ഷേ ഒരു രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്താണോ നടന്നത് അതേ ചർച്ച ചെയ്യാവൂ. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. മാധു പറഞ്ഞല്ലോ, കോൺഗ്രസ് അനുഭാവിയായ പത്രപ്രവർത്തകൻ, പക്ഷമുള്ള പത്രക്കാരനായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. സംയുക്ത വാർത്താ സമ്മേളനമാണ് ഏറ്റവും വലിയ ചർച്ചയാക്കിയത്. അങ്ങനെ KPCC എന്നൊരു നോട്ടീസ് പോയിട്ടില്ല. പിന്നെ എങ്ങനെ അങ്ങാണ് സംയുക്ത വാർത്താ സമ്മേളനം നടത്താമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് നടത്താത്തത് എന്ന് നടത്തുമെന്ന് ഞാൻ ഈ ചർച്ചയിൽ എവിടെയും ആവർത്തിച്ച് ചോദിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നടത്താം, നടത്തില്ല എന്നുള്ളത് നടത്തില്ല. ഇതൊന്നും വലിയ വിഷയമല്ലെന്ന് ഇവിടെ. ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായ ചോദ്യം എന്ന് പറയുന്നതും അവിടെ ഉണ്ടായ തർക്കം എന്ന് പറയുന്നതും അത് സൂചിപ്പിക്കുന്ന ഐക്യമില്ലായ്മയുമാണ് ചർച്ച. അല്ലാതെ സംയുക്ത വാർത്താ സമ്മേളനം നടത്താത്ത ഒരു വലിയ സംഭവമാണെന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. മാധു നോക്കൂ, ഒരു രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഏത് യോഗമാണെങ്കിലും, ഒരു ക്യാമ്പാണെങ്കിലും അല്ലെങ്കിൽ KPCC ജനറൽ ബോഡി ആണെങ്കിലും അവിടെ നടക്കുന്ന ചർച്ചകൾ എങ്ങനെയാണ് ഐക്യമില്ലായ്മയായിട്ട് നിങ്ങൾ കാണുക? അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൽ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ലല്ലോ. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ വർക്കിംഗ് കമ്മിറ്റിയിലെ രാഹുൽ ഗാന്ധി ഇരുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം സംസാരിച്ചിട്ടില്ലേ? അത് ഐക്യമില്ലായ്മ കൊണ്ടാണോ? AK ആന്റണിയും K കരുണാകരനും പരസ്പരം സംസാരിച്ചിട്ടില്ലേ? ഐക്യമില്ലാത്തതുകൊണ്ടാണോ? അതിനാണ് രാഷ്ട്രീയകാര്യ സമിതി. അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചാൽ പോരെ? അതായത് നമ്മൾ CPM-ൽ എന്താ, നമ്മൾ CPM-ആയിട്ട് താരതമ്യം ചെയ്യല്ലേ? CPM-ൽ എന്താണ്, പിണറായി വിജയൻ വന്നിരുന്നാൽ പിന്നെ ആരും സംസാരിക്കില്ല. അതാ പ്രശ്നം. പിണറായി വിജയൻ അതല്ലേ നമ്മൾ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നങ്ങ് കൊടുക്കുകയാണ്. അപ്പൊ ആരും മിണ്ടില്ല. കുഴപ്പമില്ല, മറ്റ് അത്തരം ആരോപണങ്ങൾക്കൊന്നും പ്രശ്നവുമില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനുള്ള ഒരു ഇടമാണ് എന്നും എല്ലാ കാലത്തും കോൺഗ്രസ് ഇത്തരം പടലപ്പിടക്കങ്ങളെ ജനാധിപത്യത്തിന്റെ ബാഹുല്യം, ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ഓമന പേരിട്ട് വിളിക്കാറും ആഘോഷിക്കാറും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. അതതിന്റെ മാക്സിമം ആണ്. അത് എക്സ്പോസ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾക്ക് വരാം. ശ്രീ TJ ശ്രീലാൽ,
ഇതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ നേതാക്കളും. അങ്ങനെ ഒരു പരിഹാരം കാണാൻ കഴിയുന്നൊരു ഹൈക്കമാൻഡ് ഉണ്ടോ, അല്ലെങ്കിൽ അതിനൊരു കമാൻഡ് ഉണ്ടോ? ഇനി അതല്ല, അങ്ങനെ വരുന്ന കാര്യങ്ങളിൽ കൃത്യമായി ബോധിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വം സംസ്ഥാനത്ത്, അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ ഒരു ഐക്യപ്പെട്ട തീരുമാനം സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കോൺഗ്രസിന് എത്ര സമയമുണ്ട് മുന്നിൽ? നോക്കുമ്പോൾ അതൊരു വലിയ ചോദ്യമാണ്. കാരണം ഹൈക്കമാൻഡ് കഴിഞ്ഞ കുറേ നാളുകളായി വളരെ വീക്കാണ്, ദുർബലമാണ്. ആ ഹൈക്കമാൻഡിനേക്കാൾ ദുർബലമായിരിക്കുന്നു ഇവിടുത്തെ സംസ്ഥാന കോൺഗ്രസ് എന്ന തലത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് തമ്മിൽ വലിയ പ്രതിസന്ധികളുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരുമിക്കില്ല, അവർ തമ്മിൽ ഏറ്റുമുട്ടലാണ്, അവർ തമ്മിൽ ചേരിതിരിഞ്ഞ് പോരാടുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് സംയുക്ത വാർത്താ സമ്മേളനം എന്നുള്ള കാര്യം വന്നത്. അതിന് കടന്നിട്ട് ഞാൻ മറ്റിലേക്ക് വരാം എന്നുള്ള വിഷയം വന്നത്. ഇപ്പോൾ ശ്രീമാൻ സാർ പറഞ്ഞതുപോലെ സംയുക്ത വാർത്താ സമ്മേളനം പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് തന്നെ വെച്ചോളൂ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയാൽ തീർന്നതല്ലേ ഉള്ളൂ. ഇവർ ഒരുമിച്ച് നിൽക്കുമെന്ന് ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അതിന് അങ്ങനെ നടത്താതിരിക്കുകയും അതിനുശേഷം അങ്ങനെ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് ചേരിയിൽ നിൽക്കുകയാണെന്നുള്ള വലിയ പ്രചാരണമുള്ളപ്പോൾ അവർ രണ്ടുപേരും ചേർന്ന് വാർത്താ സമ്മേളനം നടത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു. അത് ചെയ്യാതെ പോയി. അതൊരു ഭാഗത്ത്. ഇനി മാധു ചോദിച്ച ചോദ്യത്തിന്, ഇപ്പോൾ ഹൈക്കമാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈക്കമാൻഡ് വീക്കാണ്. ഹൈക്കമാൻഡ് ഇപ്പോഴും ശക്തിപ്പെട്ടിട്ടില്ല. ശക്തിപ്പെടുന്നതിനുള്ള നടപടികൾ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുണ്ടാകുന്നുമില്ല. അത് ചില കാര്യങ്ങൾ അതിന് വേറെയുണ്ട് തന്നെ. പക്ഷേ സംസ്ഥാനത്തെ പ്രശ്നം ഇപ്പോൾ ശതമാന കണക്കെടുത്ത് നോക്കിയാൽ കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയം നേടിയ സംസ്ഥാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളം. ആ കേരളത്തിന് പക്ഷേ ഹൈക്കമാൻഡിനോട് ഒരു കാര്യം പറയാൻ പറ്റില്ല. ഈ ദുർബലമായി നിൽക്കുന്ന ഹൈക്കമാൻഡിന് പറ്റില്ല. കാരണം ഇവിടുത്തെ വലിയ വിജയം, ഇവിടുത്തെ ഈ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ച് നിന്ന് നേടിയ ഈ വലിയ വിജയം, അത് ആദ്യം തന്നെ നമ്മുടെ നേതാക്കൾ തന്നെ അത് രാഹുൽ ഗാന്ധിയുടെ വിജയമായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. ഒരു ഭാഗത്ത്. 1. 2, KC വേണുഗോപാലിനെ പോലെ കേരളത്തിലെ മുഴുവൻ നേതാക്കളെയും നന്നായി അറിയാമെന്നുള്ളൊരു നേതാവ് ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ കളക്റ്റീവ് ബാർഗനിങ്, മുമ്പ് നടന്നതുപോലത്തുള്ള കളക്റ്റീവ് ബാർഗനിങ്ങോ അതുപോലുള്ള കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഹൈക്കമാൻഡിനോട് നേരിട്ട് അവതരിപ്പിച്ച് മുൻപ് നടന്നതുപോലെ, ഇപ്പോൾ K കരുണാകരനോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ചില കാലഘട്ടത്തിൽ നടന്നതുപോലെയോ ഒക്കെ അവിടെ പോയി കരുണാകരൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഡൽഹിയിലെത്തുമ്പോൾ ചില പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മാറുന്ന ചരിത്രം കോൺഗ്രസിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെ ഒരു ബാർഗെയിനിങ്ങിന്, ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നിൽ അങ്ങനെ ചെയ്യാൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തിന് കഴിയാതെ പോകുന്നതാണ്. അതിനിടയിലാണ് ഈ പ്രതിസന്ധികളെല്ലാം. അതാണ് പ്രശ്നം ഇവിടുത്തെ. ശരി, ശ്രീ ജേക്കബ് ജോർജ്, ഈ പലവിധ വാർത്തകൾ വരുന്നു. അത് സ്വാഭാവികമായും മാധ്യമങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്യപ്പെടുന്ന വാർത്ത എന്ന രീതിക്ക് പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞു കെ മുരളീധരനോട് കോൺഗ്രസ് ഏത് സമയത്ത് പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും മാധ്യമങ്ങളൊരു പ്രതികരണം ചോദിച്ചാൽ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന രീതിക്ക് ഒരു മറുപടി വരുമോ? ഇല്ല, ആ പ്രശ്നം ഇന്നതാണ് എന്ന് കൂടുതൽ വ്യക്തത വരുത്തുകയുള്ളൂ. അതുപോലെ എത്ര നേതാക്കൾ, ഇതിപ്പോൾ രമേശ് ചെന്നിത്തല, ഇതിനിടയ്ക്ക് സംഭവിച്ച വളരെ കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തല VD സതീശൻ എന്ന നിലയ്ക്ക് വന്ന വടംവലി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതിനിടയിൽ ഈ സുധാകരൻ സതീശൻ പ്രശ്നമുണ്ടാകുന്ന സമയത്ത് ഇത് തീർന്നാൽ അത് തലവെക്കും, അത് തീർന്നാൽ ഇത് തലവെക്കും എന്ന രീതിയിൽ ഇത് മുന്നോട്ട് പോവുകയാണ്. ഇത് ഒരു നമ്പർ 1 ഒന്നാമൻ, കോൺഗ്രസിൽ എപ്പോഴും ഒരു ഒന്നാമൻ വേണം. കോൺഗ്രസിലെ ഒന്നാമൻ എൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഓവർ ദി ഇയേഴ്സ്. രണ്ടാമനായിരുന്നു ഉമ്മൻചാണ്ടി. ആ രണ്ടാമനായ ഉമ്മൻചാണ്ടി ഒന്നാമനാകാൻ നടത്തിയ ശ്രമങ്ങളെന്ന് പറയണ്ട, അത് അദ്ദേഹത്തിൻ്റെ വഴിക്ക് വന്നു. 2004 നമ്മൾ കണ്ടത്. 2005, 2004 അദ്ദേഹം പോയത് ആനന്ദി സ്ഥാനം. 95 അതിനുശേഷം 2004 ലോക്സഭാ ഇലക്ഷന് ശേഷമാണ് ആനന്ദിക്ക് രാജിവെക്കേണ്ടി വന്നു എന്നേ ഞാൻ പറയുള്ളൂ. രാജിവെക്കുകയല്ലായിരുന്നു, പക്ഷേ രാജിവെക്കാൻ നിർബന്ധിതനാക്കുകയായിരുന്നു. ശ്രീലാലിനൊക്കെ അറിയാ കഥകളൊക്കെ. അത് ഒന്നാമനായി ഉമ്മൻചാണ്ടി ഒന്നാമനായി. ആന്റണി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചിരാഫിലിപ്പിനോടാണ് പറഞ്ഞത്, ആരാ ഒന്നാമൻ? കരുണാകരനാണ് ഒന്നാമൻ. പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒന്നാമനാണ് കോൺഗ്രസിനകത്ത്. അതിന് സംശയമൊന്നുമില്ല. ഞാനിപ്പോഴും ശ്രീകുമാറെ VD സതീശനാണ് കേരളത്തിൽ കോൺഗ്രസിലെ ഒന്നാമനെന്ന് വിശ്വസിക്കുന്ന ആളാണ്. സംശയമൊന്നുമില്ല ശ്രീകുമാർ. പക്ഷേ ഒന്നാമനായിരിക്കണം. ഒന്നാമൻ്റെ രീതിയിൽ തന്നെ പ്രവർത്തിക്കണം. അതിൻ്റെ അപ്പുറത്തേക്ക് വളരണം. അതിലാണ് എനിക്ക് അല്പം നിരാശയുള്ളത്. അല്ലാതെ ഞാൻ സതീശിനെതിരെ ഒന്നും പറഞ്ഞതല്ല, രമേശിനെതിരെയും പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിന് ജയിക്കണമെങ്കിൽ നല്ലൊരു നേതാവ് വേണം.
ആ നേതാവിന് ഞാൻ സതീശനെ തന്നെയാണ് വിശ്വാസം അർപ്പിക്കുന്നത്, പക്ഷേ ആ നേതാവിനെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള ശേഷി വേണം. നിയമസഭയിൽ എന്താ ഒരു കാര്യം ഞാൻ പറയാം, ഷാഫി പറമ്പിൽ ഇല്ലാത്തത് സതീശൻ്റെ ഒരു ശക്തി അല്പം ചോർത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോൺഗ്രസ്സിലെ പലരും മാധു ഒറ്റയാൻ കളി കളിക്കുന്നവരാണ്. സ്വന്തം, ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല, അവർക്കൊക്കെ സ്വന്തം കളികളിലേ താല്പര്യമുള്ളൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ, ഷാനിബ് പറഞ്ഞതുപോലെ സതീശൻ എണ്ണിക്കുമ്പോഴത്തേക്ക് പിന്തുണയുമായിട്ടൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് അതിനകത്തൊരു ഐക്യത്തിൻ്റെയും ഒരു ഒക്കെ കൂട്ടായ്മയുടെയും ഒക്കെ വിഷയങ്ങളുണ്ട്. നിയമസഭയിൽ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു സതീശൻ. ഏത് വിഷയങ്ങളും വിശ്വസിച്ച് അടിയന്തര പ്രമേയത്തിൽ സതീശന് അടിയന്തര പ്രമേയങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചിരുന്നത് ഷാഫി പറമ്പിലിന്റെ ആയിരുന്നു. ഷാഫി പറമ്പിൽ അത് സ്തുത്യർഹമായിട്ട്, രാഹുലിലേക്ക് വളരാൻ സമയവും വേണം. രാഹുലിന് വളരാനും നേരം വേണം, നേരമല്ല വർഷങ്ങൾ വേണം. അതുകൊണ്ട് തന്നെയല്ലേ ഷാഫി പറമ്പിൽ ആ ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ ഉയരുകയും ചെയ്തു. ഇന്നിപ്പോൾ സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകണമെങ്കിൽ ഒരു വലിയ കടമ്പയുണ്ട്. കോൺഗ്രസിൽ ഐക്യം ഉണ്ടാക്കണം. അത് പിന്നീട് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ. കെ കരുണാകരൻ ഉദാഹരണം ഞാൻ പറയുകയാണ്. ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ലീഗിനെ കൂട്ടിപ്പിടിച്ചത്. 1967 ലീഗിനെ കൂട്ടിപ്പിടിച്ചു, CPI കൂട്ടിപ്പിടിച്ചു, MN ഗോവിന്ദനെ കൂട്ടിപ്പിടിച്ചു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ എങ്ങനെ മാണിഗ്രൂപ്പിനെ കൂട്ടുപിടിച്ചു? തുടർഭരണമുണ്ടായ സമയത്ത് പ്രതിപക്ഷ നേതാവായി VD സതീശൻ വരുന്ന സമയത്ത് കോൺഗ്രസിനെ കൂടുതൽ സജീവമാക്കാൻ, സംഘടനാ സംവിധാനം നന്നാക്കാൻ, തിരഞ്ഞെടുപ്പുകൾ ജയിക്കാനൊക്കെ കഴിയുന്ന ഒരാളായി കോൺഗ്രസ് കണ്ടതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെയാണ് ഇപ്പോഴുള്ള ഈ പ്രശ്നങ്ങൾ. തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം, ആ ദിവസങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ അത് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയട്ടെ.